വചനം വചനം ത്രിയേക ദൈവമം വചനം. ആണ്ടുവട്ടത്തിലെ 29-ാം ഞായർ നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു സ്ത്രീയുടെ നീതി നടത്തിക്കൊടുക്കാനുള്ള അപേക്ഷ സഹിക്കാനാകാതെ അവൾക്ക് നീതി നടത്തിക്കൊടുക്കുന്നുവെന്ന് ഈശോ സുവിശേഷത്തിലൂടെ ഇന്ന് നമ്മോട് വ്യക്തമാക്കുന്നു. മനുഷ്യൻ്റെ നീതി സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന നീതി സൂര്യനാണ് ദൈവം. അനിസ്യൂതം ദൈവസന്നിധിയിൽ എത്തുന്ന ദൈന്യതയാർന്ന സ്വരങ്ങളൊക്കെ പ്രാർത്ഥനകളായി മാറാറുണ്ട്. നനവുള്ള പ്രാർത്ഥനകൾക്ക് കനിവുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ദൈവത്തിൻ്റേത്. പ്രാർത്ഥിക്കുന്ന മനസ്സുകൾ പല അർത്ഥത്തിൽ ബലപ്പെടുന്നുണ്ട്. പ്രാർത്ഥനയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ശക്തിയും. എല്ലാം ഒരാൾ മൗനമായി കേട്ടു എന്ന് നാം ആശ്വസിക്കപ്പെടുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. തകർന്നുപോയ സ്വപ്നങ്ങളുടെ കനൽ കുമ്പാരത്തിന്മേൽ തകരാത്ത മനസ്സുമായി നിൽക്കുന്നതും പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഊർജം കൊണ്ടാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിതം തുറന്നു വയ്ക്കുമ്പോൾ അടഞ്ഞ വാതിലുകൾ എന്നേക്കുമായി തുറക്കപ്പെടും. പ്രാർത്ഥിക്കാനായി പഠിപ്പിച്ചവൻ മാത്രമല്ല ക്രിസ്തു, പ്രാർത്ഥിച്ചിരുന്ന മനസ്സിൻ്റെ തീക്ഷ്ണത കൂടിയാണ് ക്രിസ്തു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെന്തും ലഭിക്കുമെന്ന വാഗ്ദാനം കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചവരാണ് പലരും. എങ്കിലും പ്രാർത്ഥിച്ചതൊന്നും ലഭിച്ചില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ സ്നേഹമുള്ളവരെ, ദൈവത്തിന് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്നതെന്തും ദൈവം എപ്പോഴും നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ജീവിതാനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകാറുണ്ട്. ചിലപ്പോൾ താമസിച്ചായിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നത്. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വൈകിയായിരിക്കും കേൾക്കുക. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. കാരണം നാം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മുടെ ആവശ്യം അറിയുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ദൈവമാണ്. എങ്കിലും പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വെല്ലുവിളികളുണ്ടാകും. പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ദൈവം നമ്മുടെ ജീവിതത്തെ സഹനത്തിനും പരീക്ഷകൾക്കും വിധേയമാക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം നൽകുന്നതിന് കൂടിയാണ്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചന ഭാഗം. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, രാപ്പകൽ ദൈവത്തെ വിളിക്കുന്നവർക്ക് ദൈവം തുണയായിരിക്കുമെന്ന ഉറപ്പാണ് ക്രിസ്തു ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. നമ്മുടെ ജീവിതത്തിൽ എന്നും അടിസ്ഥാനമായി നിലകൊള്ളേണ്ടതും പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് ദൈവവുമായുള്ള ബന്ധം നാം തുടരുന്നത്. നിലച്ചുപോയ, അസ്തമിച്ചുപോയി എന്ന് നാം കരുതുന്ന സ്നേഹബന്ധം പ്രാർത്ഥനയിലൂടെയാണ് നാം ഉരുക്കൂട്ടിയെടുക്കുന്നത്. നമുക്ക് പ്രത്യേക കൃപാവരം ലഭിച്ചില്ല എങ്കിലും, നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് തോന്നിയില്ല എങ്കിലും നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല, പ്രത്യുത ദൈവം നമ്മിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രാർത്ഥന നമുക്ക് മനഃശക്തി നൽകും. പരാജയങ്ങളിൽ വീണ്ടും പരിശ്രമിക്കാൻ സഹായകമാകുന്നതും പ്രാർത്ഥനയാണ്. കാരണം ആത്മാവ് ദൈവവുമായി ബന്ധപ്പെടുന്നതിനാൽ പ്രാർത്ഥന നമ്മളെ ദൈവീകരാക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ നമ്മെ ശക്തരാക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ആവർത്തിക്കുന്നതിലൂടെ
അവനുമായി ഉണ്ടായിരുന്ന അകലം നാം അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുമായി പഠിക്കേണ്ട പാഠമാണ് ക്രിസ്തു. കാരണം അവനാണ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളുമായി ദൈവത്തെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് നല്ലവരാകാതിരിക്കാൻ കഴിയുകയില്ല. ആ നന്മയാണ് നമ്മിലെ ശക്തി. അതറിഞ്ഞുകൊണ്ടാണ് മറിയം പറഞ്ഞത്, അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. പ്രിയമുള്ളവരെ, അനുനിമിഷം ദൈവത്തിലേക്കെത്തുന്ന നിലവിളികൾ ദൈവത്തിൻ്റെ മനസ്സലിയിക്കുന്ന വിശുദ്ധ കലയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നും പ്രാർത്ഥനാരൂപിയിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.